And finally, iOS 18.6 RC is here. പക്ഷേ ഇവിടെ ബീറ്റ 4 എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആ ഒരു മാറ്റം എന്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാം. സോ ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. iOS 18.6 ബീറ്റ 4 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും ടെക്നിക്കലി ഇതൊരു RC റിലീസാണ്, അല്ലെങ്കിൽ റിലീസ് കാൻഡിഡേറ്റ് ബിൽഡായിട്ടാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോണിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ നേരം മാത്രമാണ് ഈ പറഞ്ഞ ബീറ്റ 4 എന്ന് പറഞ്ഞ പേര് നമുക്ക് കാണാൻ പറ്റുക. ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും iOS 18.6ൻ്റെ RC എന്നാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ മേ ബി ഇത് ആപ്പിൾ പേർപ്പസ്ഫുള്ളി കൊടുത്തതായിരിക്കും ഈ പറഞ്ഞ ബീറ്റ 4 എന്ന് പറയുന്ന പേര്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 7.58 GB എൻ്റെ iPhone 16 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഫോണിലും ഓൾമോസ്റ്റ് ഒരു 6 to 7 GB വരെയും ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേഷൻ കൂടെ തന്നെ നമുക്ക് ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, tvOS, watchOS എന്നിങ്ങനെ പുതിയ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. നേരെ നമ്മൾ സെറ്റിംഗ്സ് എടുക്കാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും iOS 18.6 22G84 എന്ന് വേറൊരു ആൽഫബറ്റ് ഇതിൻ്റെ അപ്പുറത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു RC ബിൽഡായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതൊരു ബീറ്റ 4 അല്ല, RC ബിൽഡ്. ഇനി വേറെ ബഗ്ഗുകളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അല്ല ചെറിയ എന്തെങ്കിലും ബഗ്ഗുകളോ അല്ലെങ്കിൽ കുറച്ചധികം മാറ്റങ്ങളോ വരുത്താനുണ്ടെങ്കിൽ RC2 ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് മോഡേൺ ഫോർമാറ്റ് അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റ 3 നിന്ന് RCയിലേക്ക് വരുമ്പോൾ വേറെ ഒരു അപ്ഡേഷൻസും ഈ പറഞ്ഞ മോഡേൺ ഫോർമാറ്റിൽ വന്നിട്ടില്ല. പക്ഷേ iOS 18.5 നിന്ന് 18.6 ജമ്പ് ചെയ്യുന്ന ഒരു പബ്ലിക് യൂസർ ആണെങ്കിൽ അവർക്ക് മോഡേൺ ഫോർമാറ്റ് അപ്ഡേഷൻ ഈ ഒരു വേർഷനിൽ വരുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ EU അഥവാ യൂറോപ്യൻ യൂണിയനിലെ യൂസേഴ്സിനാണ്. യൂറോപ്യൻ യൂണിയനിലെ യൂസേഴ്സിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വെബ്സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വെബ്സൈറ്റ് എടുത്തു, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ആപ്പ് സ്റ്റോർ, തേർഡ് പാർട്ടി മാർക്കറ്റ് ആപ്പ് സ്റ്റോർ എടുത്തു. അവിടുന്ന് ഇതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സെറ്റിംഗ്സിൽ നിന്ന് അതായത് നമുക്കൊരു പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മുടെ സെറ്റിംഗ്സിൽ പോകണം, പിന്നെ ഈ പറഞ്ഞ പ്രോംപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയേഴ്സ് വരിക. ഇത്രമാത്രം പ്രൊസീജിയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഒരു പുതിയ സ്റ്റെപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 4 സ്റ്റെപ്പിൽ തന്നെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മുടെ ആപ്പ് സ്റ്റോറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണുന്ന ഫേസ് ഐഡിയും ഡബിൾ ടാപ്പും എല്ലാമാണ് ഈ പറഞ്ഞ പുതിയ iOS 18.6ൽ യൂറോപ്യൻ യൂണിയൻ യൂസേഴ്സിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം iOS 18.6ൻ്റെ കോഡിങ്ങിൽ നമുക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ ലീക്ക് വിട്ടിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് AirTag സെക്കൻഡ് ജനറേഷൻ ആണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററി, പ്രൈവസി ആൻഡ് റേഞ്ച് എന്നിങ്ങനെ കാര്യങ്ങളെല്ലാം AirTagൻ്റെ സെക്കൻഡ് ജനറേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കുറേയധികം കൂട്ടുകാർ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോഴും ചൈനയിൽ വന്നിട്ടില്ല. ആപ്പിൾ ആ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കുറേ തേർഡ് പാർട്ടി കമ്പനീസ് ആയിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. ആലിബാബ എന്നിങ്ങനെ പറയുന്ന കുറേയധികം കമ്പനീസ് ആയിട്ട്. സോ നിങ്ങളുടെ കൂട്ടുകാർ ചൈനയിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോട് ചോദിക്കുക ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ എന്തെങ്കിലും ഓപ്ഷൻ ചൈനയിൽ വന്നിട്ടുണ്ടോ. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന മേജർ ബഗ്ഗും ബഗ് ഫിക്സസും നമുക്ക് സംസാരിക്കാം. എനിക്ക് മേജറായിട്ട് വന്ന ഒരു ബഗ്ഗായിരുന്നു കോളിൻ്റെ മിസ് കോൾസ് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഫോൺ നമ്മൾ യൂസ് ചെയ്യാണ്, കോൾ വന്നു നമ്മൾ കാണും. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്യാത്ത സമയത്താണെങ്കിൽ ഈ പറഞ്ഞ മിസ് കോൾ വരുമ്പോൾ ഈ ഒരു ഫോൺ ആപ്പിൽ നമുക്കൊരു ചെറിയ 1 2 3 എന്ന് പറയുന്ന എത്ര മിസ് കോൾ ഉണ്ടോ ആ ഒരു മിസ് കോളിൻ്റെ നമ്പർ കാണിക്കുമായിരുന്നു. എനിക്ക് ഈ ഒരു ബീറ്റ 3ൽ ആ ഒരു മിസ് കോൾസ് നമ്പേഴ്സ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏതെങ്കിലും ആളെ വിളിക്കാൻ വേണ്ടി ഫോൺ ആപ്പ് എടുക്കുമ്പോഴാണ് മിസ് കോള് ഞാൻ കാണുന്നത്. സോ ആ ഒരു പ്രശ്നം ബീറ്റ 4ൽ ഉണ്ടായിരുന്നു. ബീറ്റ 3ൽ ബഗ് റിസോൾവ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ ഇപ്പോഴും എൻ്റെ വാൾപേപ്പർ ഡിമ്മിങ് ബഗ് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ആ ഒരു വാൾപേപ്പർ ഡിമ്മിങ് ഉണ്ടോ, ആ ഒരു വാൾപേപ്പർ ഡിമ്മിങ് ബഗ് എനിക്ക് ഇപ്പോഴും ബീറ്റയുടെ ഈ ഒരു RCയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബഗ് ഒഫീഷ്യൽ അപ്ഡേഷൻ ആകുമ്പോഴത്തേക്കെങ്കിലും മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ലൈറ്റ് മോഡൊക്കെ ഇട്ട് നോക്കി, ലൈറ്റ് മോഡും ഡാർക്ക് മോഡും ഇട്ട് നോക്കിയിട്ടും ആ ഒരു ഡിമ്മിങ്
വാൾപേപ്പർ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ യൂസസ് പറയുന്നത് iOS 18.6ന്റെ ഈ ഒരു വേർഷനാണ് ഏറ്റവും നല്ല സ്മൂത്ത് ആയതും പെർഫോമൻസിന് നല്ല ഒപ്റ്റിമൈസേഷൻ ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിലും സ്മൂത്തും പെർഫോമൻസും അത്ര പീക്കായിട്ടാണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. യാതൊരു ക്ലട്ടറിങ്ങോ അതോടൊപ്പം സ്റ്റട്ടേഴ്സോ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഫീൽ ചെയ്യുന്നില്ല. ആപ്പ് ലോഞ്ചിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻസും ലോഞ്ച് ആവുന്നത്. ഇപ്പൊ ക്യാമറ എടുക്കാം, ക്യാമറയും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ, ക്യാമറ മാത്രമല്ല എല്ലാ ആപ്ലിക്കേഷൻസും ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിലും ഇതേപോലെ തന്നെ കുറേയധികം കൂട്ടുകാർ iOS 18.6ന്റെ ബാറ്ററി പെർഫോമൻസും നല്ലതായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ ബാറ്ററി ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 90 ലിമിറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 4 hours 36 minutes ആണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 5 hours 20 minutes ആണ്. എൻ്റെ ബാറ്ററി യൂസേജ് നോക്കുമ്പോൾ മനസ്സിലാവും യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫോൺ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 98% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം അല്ലെങ്കിൽ കഴിഞ്ഞ ബേറ്റയിൽ എനിക്ക് 99 ആയിരുന്നു. ഈ ഒരു RC ആയപ്പോഴത്തേക്കും 98 ആയിട്ടുണ്ട്. ബാറ്ററി സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 292 ആണ്. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫങ്ഷനിലായിട്ടാണ് ബാറ്ററി പെർഫോമൻസും ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഹീറ്റിംഗ് ഇഷ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് യാതൊരു ചൂടും എൻ്റെ ഡിവൈസിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. സൈഡിൽ നിന്നാണെങ്കിലും അതേപോലെ ബാറ്ററി പോർഷൻസിലാണെങ്കിലും നല്ല കൂൾ ഡൗൺ ആയിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസിൽ ബാറ്ററിയുടെയും ഹീറ്റിംഗ് ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇതേപോലെ iOS 18.6ന്റെ പെർഫോമൻസും ബാറ്ററി ഇഷ്യൂസും എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയുടെ താഴത്ത് ആ റിപ്പോർട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ഇനി iOS 18.6ന്റെ പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ബീറ്റ ആൻഡ് അടുത്ത അപ്ഡേഷൻ എന്നായിരിക്കുമെന്ന് ചോദിച്ചാൽ മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ തന്നെ iOS 18.6ന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം iOS 18.7ന്റെ പുതിയ ബേറ്റേഴ്സും നമുക്ക് ലഭിക്കും. ഇനി ഈ ഒരു വീക്കിൽ തന്നെ നമുക്ക് iOS 26ന്റെ പബ്ലിക് ബേറ്റയും റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഇത് ഒന്നെങ്കിൽ 22 ട്യൂസ്ഡേ അല്ലെങ്കിൽ 23 വെനസ്ഡേ ആയിരിക്കും iOS 26ന്റെ പബ്ലിക് ബേറ്റയും റീ റിലീസും നമുക്ക് വരാനുള്ള ചാൻസ്. പക്ഷെ ഇത് പ്രഡിക്ഷൻ മാത്രമാണ്. ആപ്പിളിൻ്റെ കാര്യമായതുകൊണ്ട് യാതൊരു കാര്യവും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു കാര്യം തന്നെ മാറ്റാനും അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് iOS 18.6ന്റെ പുതിയ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Bin Xavier signing from Evika.